ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അങ്ങനെ ഗൈസ് എല്ലാരും ഒരുങ്ങി സെൽഫി മക്കനെ മോളെ ഇന്ന് കേക്കണോ ഇതാ നിങ്ങക്ക് പവറേ നിങ്ങൾക്കൊരു പൊലിവായില്ലേ. ഇത് പൊലിവാവും പഠിച്ചോന്റെ ഒരു കൂലിയാവും കേട്ടോ. സെൽഫി മക്കനൊക്കെ അതിനൊരു പവർ വേറെ തന്നെ. നിങ്ങൾക്കൊരു റിച്ച് ലുക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ. ആ ഒരു റിച്ച് ലുക്ക് നിങ്ങൾക്ക് വന്നിക്കണേ. ഓക്കെ ഗായ്സ്, അപ്പോ അതിനെ ഒന്ന് എടുത്തിട്ട് നടന്നാണ് അതിനെങ്ങനെ വെറുതിരിക്കണ അവൾക്ക് ഇഷ്ടമല്ല ഗായ്സ്. അപ്പൊ ഗായ്സ് നമ്മൾ എവിടേക്ക് ഇറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സെക്കൻഡ് ബേബിയെ ഇന്ന് വരുമോ നാളെ വരുമോ എന്നൊന്നും നമുക്ക് അറിയൂല. എന്തായാലും ഒരാഴ്ച കഴിഞ്ഞ് വരുമോ എന്നൊന്നും അറിയൂല. അപ്പൊ ഇന്ന് ഹോസ്പിറ്റലിൽ പോവാണ്. ഞാൻ പറഞ്ഞ സമയം നോക്കിക്കാണി 12 മണിയാവാനാ പോണ്. 11 മണിക്ക് സ്കാനിങ്ങിന്റെ അവിടെ എത്താൻ വേണ്ടിയിട്ട് ഡോക്ടർ അന്ന് പിന്നെ PV പറഞ്ഞ എന്താ അറിയൂല ഗൈസ്. നിങ്ങൾക്കല്ല അറിയുള്ളൂ, നിങ്ങളൊക്കെ അല്ലേ പെറ്റ ആൾക്കാർ, എനിക്കറിയില്ലല്ലോ. അപ്പൊ എന്തായാലും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നേരത്തെ വരാൻ പറഞ്ഞിരിക്കണേ. ഒരാൾ പറയാണ് എനിക്ക് വയ്യ, എനിക്ക് ആവണില്ല, എൻ്റെ ധൈര്യം ചോർന്നു പോയി എന്ന്. അവള് വരുന്നില്ല എന്നിട്ട് പരമാവധി ഇവിടെ നേരം വൈകിക്കാണ് ഗൈസ്. ഞാനാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് മാറ്റി അലൈനെയും കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കാത്തിരിക്കും. ഉമ്മ ഇവിടെ അരിയും കൂടി ഇട്ടിട്ടില്ല. ഈ നേരമാണെങ്കിൽ ഉച്ചക്ക് ചോർന്നിട്ട് പോയാൽ മതിയായിരുന്നു. അനക്കെന്തിന് ഇത്ര പേടി? ഓള് വരാൻ കൂട്ടാക്കണില്ല. ആ ഓള് പറയാണ് ഇന്ന് പോയ പ്രസവം ഉണ്ടാവും തരേ. പേടി അത്ര പേടിയാണ്. നല്ല കോലായി. ഞാൻ കുറച്ചു നേരം കാത്തിക്കാം, എന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ ഗൈസ് പേടിയാണെന്ന് പറഞ്ഞിട്ട് പരമാവധി ഓരോന്ന് പറഞ്ഞ് തിരിപ്പിക്കുക, വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ പണികൾ കാണിക്കുക, അവിടെ പോയി ഇരിക്കുക. പിന്നെ ചെയ്യാത്ത പണിയല്ലേ, വെറുതെ ഇരുന്ന് തിരുമ്പി ഉണക്കിയിടുക. കാരണം നേരം വൈകിക്കാൻ വല്ല കാരണവുമാണല്ലോ. ഹോസ്പിറ്റൽ ബാഗുകൾ എടുക്കണോ? വേണ്ട, ഞാൻ വരില്ലട്ടോ. വന്ന് നിങ്ങൾ കൊടുത്തിട്ടുണ്ടേ പറയും കാര്യം എടുക്കേണ്ടി വരുമോ? ഞാൻ ഇങ്ങനെ പറഞ്ഞു ചക്കറിനോട്, ചക്കര വെച്ച് പോകുമ്പോ ഇനി വരുന്ന വെച്ച് പെറ്റിട്ടാ വരികയെന്ന് പറഞ്ഞേ. അതേമാതിരി ഹോസ്പിറ്റൽ ബാഗ് പിന്നെ ഓല് എടുക്കാൻ 2ാം വരി വന്നു. അന്ന് പിന്നെ ഇവിടെ നിജാസും ഇനി ഹോസ്പിറ്റൽ ബാഗൊക്കെ റെഡിയല്ലേ, ഡിക്കിക്ക് എടുത്ത് വെക്കണോ? ഓള് പറയുന്ന എന്ത് പറഞ്ഞാലും പ്രസവിക്കല് 9-ാം തീയതി ഓളോട് നിൽക്കാറുണ്ടാകും, എന്റെ പ്രസവിക്കുള്ളൂ. ജാല് പറഞ്ഞു. ഞാൻ പറഞ്ഞു 9-ാം തീയതിക്ക് നിക്കണ്ട, എനിക്ക് 10-ഉം 11-ഒക്കെ എനിക്ക് പഞ്ചായത്ത് മേള ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഉണ്ടാവില്ലേ. ഞാൻ ബെറ്റ് വെക്കണേ. 1000 ഉറുപ്പ്യക്ക് ബെറ്റ് ഉണ്ടോ നിങ്ങൾ ആരെങ്കിലും? 1000 ഉറുപ്പ്യക്ക് ബെറ്റ് ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഡോക്ടർക്ക് കൈക്കൂലി കൊടുക്കും. ഡോക്ടർ എന്ന് പെറിയിപ്പിക്കണം എന്ന് പറയും. എന്നിട്ട് ഇതിനങ്ങോട്ട് തിരിച്ചുള്ളിൽ കയറ്റാനും. ഒന്ന് പുറത്തു വന്നാ ഇതിനെ തിരിച്ചുള്ളിലേട്ടന്നെ. കുറച്ച് ദിവസം ഇർട്ടത്ത് കിടക്കാവിടെ, വായു പൊളിച്ചല്ലാതെ ഒരു ഭക്ഷണം തിന്നൂല. ഇങ്ങോട്ട് നെളിയോള് അതിന് തിരിച്ചുള്ളിൽ കയറ്റാ. ആ ലേബർ റൂമിൽ ഇതിനും കയറ്റിക്കോട്ടോ. അവിടെ ഡോക്ടറെ കാണിക്കാം. പോരെ. അപ്പൊ ഗായ്സ് എടി ബാഗ് എടുത്തോ, ഡിക്കിയിൽ വെച്ചാൽ മതി. ഞാൻ എടുക്കാൻ വരില്ല കേട്ടോ. പിന്നെ നിങ്ങളെ ലേബർ റൂമിൽ ഞാൻ കാത്തിക്കണം. പിന്നെ ഞാൻ ബാഗും കൊണ്ടുവരാൻ വരണം എന്നാണ് നടക്കണ പരിപാടി. അഡ്മിറ്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞേ. ആരെ വിളിക്കണേ? പ്രവീൺ. നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾ എന്താ ഇവിടുത്തെ വേലക്കാരനല്ലേ പ്രവീൺ? ഇവിടുത്തെ പണികളൊക്കെ എടുക്കാൻ ഉറപ്പാ? ഞാൻ പറയണത് 100%. ചക്കര കൊണ്ടിട്ട് 3 ഏത് ഞാൻ പറയുന്നത് ഇന്ന് ഡെലിവറി ഉണ്ടാവും. 2 പേര് ഞാൻ വരണ്ട. അതിന് നല്ല ഈ ഓരോ പോക്കിന് വേഗ ഇത് ഈ 4 സാധനം വണ്ടിയിൽ കയറ്റി വെക്കാനല്ലേ ഉള്ളൂ. ഓരോ പറഞ്ഞു മുടുക്കാണ്. ഞാൻ ഇജ്ജ് പോയി പോണ്ടേ, എനിക്കറിയില്ലേ. ആ അമ്മ എല്ലാം ആക്കിട്ടാ വന്നിക്കണ, ഗുളികയും മരുന്നൊക്കെ. അമ്മ അതാ അമ്മ ഗുളിക ഇജ്ജന്നെ എടുക്കാത്തുള്ളൂ. മറ്റേ പറഞ്ഞ മാതിരി പാമ്പ് അടിച്ച അവിടെ കടന്നു എന്ന് പറഞ്ഞ മാതിരി
ഒരു ജീപ്പ് കൊണ്ട് വന്നു ഇത്രേ. അതില് കുടുംബക്കാരൊക്കെ ആണ് കയറി പാമ്പ് അടിച്ചോണ്ടിട്ട് പോലും ചെയ്തു. അതേമാതിരി വരാൻ പോണ ഇജ്ജ് ഒന്നുമില്ലാതെ പോണു. ഉമ്മ അതാ കുളിക്കും മരുന്നും പാത്രമൊക്കെ എടുത്ത് നടക്കണം. അഡ്മിറ്റ് അല്ലാ അന്റെ പെട്ടി സാധനം ആൾക്കാർ കൊണ്ടുവരും, എന്റെ ഗുളിക കൊണ്ടുവരില്ല. പെട്ടി സാധനം ആള് കൊണ്ടുവരും, ഗുളിക കൊണ്ടുവരില്ല എന്ന് അറിയാം. ഈ കളി അങ്ങനെ ഗൈസ് ഇറങ്ങി. വേറെ ഇനി നമ്മളിഞ്ഞി വരുമ്പോ പുതിയ ബേബി ആയിട്ട് അതും വരിക ഇൻഷാ അല്ലാ. അങ്ങനെ പോവുകയാണ് 9ാം മാസത്തെ PV എടുക്കാൻ വേണ്ടിയിട്ട്. ഇന്നൊക്കെ ഏകദേശം 37 വീക്കും 1 ഡേ ഒരു ഡേയുമായി. അപ്പോൾ ഏകദേശം ഇപ്പോൾ എന്തിൻ്റെ വലിപ്പം ഉണ്ടായിട്ടുണ്ട്? ചക്കട കുട്ടി ചക്കയുടെ വലിപ്പം ഉണ്ടായിട്ടുണ്ടാവില്ല കുട്ടി? ചക്കട അത് ഒരു പെങ്ങൾ പ്രസവിക്കുന്ന സമയത്ത് ആപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോ മാങ്ങായിരുന്നു. ആപ്പിളല്ല ആപ്പ്. അത് കുട്ടി എത്ര വലിപ്പമായി ആപ്പിൽ കാണും ഉണ്ടായിരുന്നോ? ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു കേടുണ്ടായിരുന്നില്ല, ഒന്നുമില്ല. അങ്ങനെയല്ല, വേദന ഇല്ല. ചെന്ന് ആസ്പത്രിയിൽ പോയിട്ട് സൂചി വെച്ചാല വേദന. പണ്ടത്തെ പെണ്ണുങ്ങൾ പറയാനല്ല ഏത് ഇന്ന് പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞ ആപ്പ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? അറിയില്ലോ. ഏപ്പും അതില് കുട്ടിന്റെ തൂക്കമൊക്കെ അറിയാൻ കഴിയും. ഇപ്പോഴത്തെ കാലത്തല്ലേ, പണ്ടാവുന്നു ഉണ്ടായിരുന്നില്ലേ? എന്നാ നടക്കി. ഇന്ന് ഇല്ലെങ്കിലും ഞാൻ അപ്പോഴും പറഞ്ഞിരിക്കണേ ഹോസ്പിറ്റലിൽ പോവുകയാണ്, 9ാം മാസം അയക്കണ്, സാധനങ്ങൾ എടുത്ത് വെച്ചോ. ഞാൻ വരില്ല, അവിടെ ഇട്ട് പോരും ഞാൻ ചക്കീന്. എന്താ നിങ്ങൾക്ക് എടുക്കത്ര മടി? നിങ്ങൾക്ക് ആർക്കും പെറണമെന്നില്ലേ? അങ്ങനെ ഗായ്സ് നമ്മളിറങ്ങി. ഉമ്മക്ക് തിരിച്ചു വരുമ്പോട്ടീന്ന സൽഫി മക്കനായിട്ട് നിന്ന് പച്ചയാണല്ലോ. അല്ല അന്റെ പെരക്കാരെ വരില്ലേ? വിളിച്ചിട്ടില്ലാന്നോ? എടി ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു, എന്നാലല്ലേ അവർക്ക് വണ്ടി കയറാൻ പറ്റുള്ളൂ. അവിടെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ നമ്മള് നേരെ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. എന്ത് പൊടിക്കാനോ? അപ്പം മെല്ലിക്ക് പൊടിക്കാനുള്ള സാധനമൊക്കെ എടുത്തിട്ടാ പോണത്. കണ്ടോ, അതൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കും നേരം കുറെ ആവും. പേടിച്ചിങ്ങാണ്ട് ഒരാൾ ഈ നേരം വരെ വെയിറ്റ് ചെയ്തു. 10 മണിക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ട ആൾക്കാര് 12 മണിക്കാണ് ഇറങ്ങണത്. അതെന്താ വെച്ചാ ഇനി ഡോക്ടർക്ക് നേരം വൈകിട്ട് ഡോക്ടർ പ്രസവം ചെയ്യാതെ പോയാലോ വെച്ചിട്ടൊക്കെ അങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യം എന്താ? ഒരു ഡെലിവറി അല്ലേ? രണ്ടാമത്തെ അറിഞ്ഞൂല ഇത് എന്താണ് വേദന എന്നൊക്കെ ഉള്ളത്. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മളിങ്ങനെ ഇറങ്ങി. ഉമ്മാന്റെ എന്തൊക്കെയാ കൊടുക്കാള്? അരി മല്ലി ഉണ്ടോ? എന്തിനാ പൊടിപ്പിച്ചു വെക്കുന്നത്? ഇനി കുറച്ച് ദിവസം ഹോസ്പിറ്റലിലല്ലേ? ആൺകുട്ടിക്കുള്ള പേര് കണ്ടിരുന്നേ, ഉറപ്പിച്ചില്ലേ? അത് ഞാൻ ഉറപ്പിച്ചിരിക്കണേ. പെൺകുട്ടികൾ പിന്നെ ഓൾറെഡി റെഡിയായി. അപ്പൊ ഇന്ന് വൈകുന്നേരത്തേക്ക് റെഡിയാക്കി വെച്ചോ. ഞാൻ അതേമാതിരിയാണ് ചക്കറിനെ വിട്ടത്. ഓല് ഇതേമാതിരി ബാഗ് എടുക്കാതെ പോയി. പിന്നെ ആ ബാഗ് കൊണ്ടെടുക്കാൻ രാത്രിയാണ് പോണത്, അറിയോ? മനസ്സിലായോ? ഒരാളുടെ അഡ്മിറ്റ് ചെയ്തോടാ. എന്ത് കാരണത്തിൽ അഡ്മിറ്റ് ചെയ്തു? നമ്മക്കറിയില്ലേ, നമ്മള് കുറോളം കല്ലുണ്ടോ നോക്കിയില്ല. പള്ള ഇപ്പത്തെ പെണ്ണുങ്ങൾ അടിപൊളി നോക്കുള്ള പള്ളിയും മുതൊക്കെ. ആ കല്ലാകൊണ്ട് അവിടെ അഡ്മിറ്റ് ആക്കിയതാ. അപ്പൊ പ്രസവം എടുത്തുകൊണ്ടു പറഞ്ഞ ഡോക്ടർ. എന്റെ കല്ലുണ്ടോ? എന്നൊരു കല്ല് വെച്ച് കെട്ടിക്കാളാ. കല്ല് പോലെ ആകുമ്പോഴത്ര പ്രസവം. 9ാം തീയതി ഓളെ കുടുംബത്തിലൊരു നിക്കാഹുണ്ട്. അപ്പൊ അതിന് അവൾക്ക് പങ്കെടുക്കണം. അപ്പൊ അവൾക്ക് ഇപ്പൊ പള്ള കല്ലും ഇല്ല. എങ്ങോട്ട് തിരിക്കണേ? നമുക്ക് പോണ്ട അങ്ങോട്ടാണേ. അങ്ങനെ ഗൈസ് ഉമ്മാനെ നമ്മളിതാ മില്ലിലേക്ക് പൊടിക്കാൻ വിട്ടു. സീനു കുട്ടിക്ക് പാല് കൊടുക്കണു. ശരിക്കും നമ്മൾ 2ാം തീയതി പോകേണ്ട ആൾക്കാരുണ്ടോ? അത് നമ്മൾ ഇവിടെ പറഞ്ഞ് അത് 3ാം തീയതിക്കായി. ഇന്നലെ ലീവാണ് അങ്ങനെ പറഞ്ഞു. ഇന്ന് രാവിലെ വെച്ചാൽ നീക്കണമില്ല. നീറ്റാ വരുമെന്ന് വിചാരിച്ചപ്പോ എപ്പോഴും ഇല്ലാത്ത തിരുമ്പലും മടക്കി വെക്കലും ഒതുക്കലും. അവസാനം ഇനി കുട്ടീനെ ഇതാക്കണ്ട വെച്ചിട്ട് കുട്ടീന്റെ ബാക്കി കാര്യങ്ങളൊക്കെ കുളിപ്പിക്കലും ഡ്രസ്സ് മാറ്റി കൊടുക്കലും ഞാൻ ചെയ്തു. എന്നാലും നേരത്തെ പോരെ വെച്ചിട്ട് അതുമില്ല ഗൈസ്. അപ്പൊ എന്തായാലും ഞങ്ങള് പുതിയ ബേബിക്ക് വേണ്ടിയിട്ടുള്ള പോക്കാണ് അല്ലേ?
മറ്റോ പറഞ്ഞമാര് കുട്ടീനെ സുന്നത്തല്യാണം കഴിപ്പിക്കാൻ പോയ അങ്കായിപ്പത് കണ്ണെട്ടി കൊണ്ടോണ്ടിരുന്നു തോന്നുന്നു ഇപ്പത്. അല്ല എന്തൊക്കെ കാണണം ഒന്നിനെ പേറിയിപ്പിക്കാനേ. നിങ്ങൾ ഇങ്ങനെയൊക്കെ പേടിച്ചിരുന്നു? ഞാൻ അന്റെ ഒന്നും പേടിച്ചിരുന്നില്ല. അതിന് ബുദ്ധിയുള്ളവർക്ക് പേടിണ്ടാവുക അറിയില്ല. നോവ് കൊടുത്തിട്ട് കൂടി ഞാൻ ഒലവക്കോടുന്ന് ആ തീവണ്ടി പോണ പാതേന്ന് വേണം കുടിച്ചണ വെള്ളം കൊണ്ടുവരാന്. വേദന സഹിച്ചു പോയിട്ട് ചക്കര സോഫി ഉറങ്ങിയാലേ ഞാൻ വെള്ളത്തിന് പോവുക. അതിനെ കടത്തി ഉറക്കിയിട്ട് 9 മണിയായിരുന്നു രാത്രി. വെള്ളം കൊടുന്ന് വെച്ച് ഇവിടെ ഞാൻ ചോറ് തിന്ന എളുപ്പം മാറിച്ചിട്ട് കടന്നതാ എവിടെ. അപ്പൊ ഞാൻ മൂത്രം ഒഴിക്കാന്ന് വിചാരിച്ചപ്പോ അങ്ങനെ പായും പുറപ്പൊക്കെ നഞ്ഞിക്കുക. അപ്പോൾ ഉച്ച അറിയില്ല അതെന്താന്ന്. ഞങ്ങളുടെ അപ്പുറത്തുള്ള താത്താനെ വിളിച്ചു. അപ്പളാ പറഞ്ഞിട്ട് പന്നി അണക്ക് പ്രസവേദനയാണ്, ആ വെള്ളം പൊട്ടിപ്പോയിക്കാണ്. അതിന്റെ മാപ്പിള വിളിച്ചു. അതും ഞാനും അതിന്റെ മാപ്പിളയും കൂടി പോയി അതപ്പോൾ വാപ്പ എത്തിയിട്ടില്ല. അപ്പൊ 11 മണിക്ക അപ്പൊ പ്രസവിച്ചു. ഇവളെ പിടിച്ചെലിച്ച് കൊണ്ടുപോകുമ്പോ എനിക്ക് തോന്നുന്നു ഇതേമാതിരി ഒരിക്കൽ വാപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ജന്മം ഉണ്ടെങ്കിൽ വാപ്പ കൂട്ടാക്കിയായിരുന്നില്ല അല്ലേ? ഇത് ഓർമ്മണ്ടാവും? ആ റൂമില് വാതിലടച്ചാട്ട് കുത്തിയിരുന്നു. അങ്ങനെ കഴിച്ച് നമ്മൾ പെരിന്തൽമണ്ണ എത്തി അല്ലേ? അലേഹ ഉറങ്ങണു. ഇതൊക്കെ നമുക്ക് എന്താ ആഗ്രഹമുള്ള വെച്ചാ കഴിച്ചോ. ഇനി പുറത്തേക്കൊന്നും ഇറങ്ങാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനെയല്ല, എന്താ കുടിക്കാനുള്ളത്? കുടിക്കാൻ എന്താ ഉള്ളത്? നിങ്ങൾക്ക് എന്താ വേണ്ടി? മോര് വേണോ? സോഡ സർവത്ത് വേണോ? തണുപ്പില്ലാത്തൊരു സർവത്ത് കുടിക്ക്. ആ അണക്കോ? ഞാൻ എനിക്കൊരു സോഡ സർവത്ത്. ഒരു സോഡ സർവത്തും അത് തണുപ്പുണ്ടായിക്കോട്ടെ. ആ അല്ലേക്ക് എന്താ വേണ്ടി അല്ലേ? ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ വരുന്ന വഴിക്കൊരു സർവത്തും വെള്ളമൊക്കെ വാങ്ങി നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകണം. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി ഡോക്ടർ എന്താ പറയണമെന്നുള്ളതും ഡീറ്റെയിൽസൊക്കെ നമ്മൾ നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോ എടുത്ത് തരാം. അപ്പം എന്തായാലും ഫുള്ള് അറിയിക്കും ഗൈസ് അല്ലേ? അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നോളി. നമ്മളും വെയിറ്റിങ്ങിലാണ് എന്താണ് പറയാമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.